ദൈവമക്കളെ, നിങ്ങളെ ആരെങ്കിലും കുറ്റം പറയുകയോ, അതായത് നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യത്തിന് നിങ്ങൾ നന്മയാണ് വിചാരിച്ചതെങ്കിൽ അത് ചിലപ്പം മറ്റുള്ളവർക്കത് ദോഷമായിട്ട് വന്നു, നിങ്ങളെ അത് വേദനിപ്പിച്ചു, അവർ നിങ്ങളെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾ മനസ്സാൽ എന്നും വിചാരിക്കാത്തൊരു കാര്യത്തിന് നിങ്ങളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തി, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഒരു പേഴ്സൺ മനഃപൂർവ്വം കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ട്, നിങ്ങൾക്കെതിരായി സംസാരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവരോടൊന്നും പറയാനോ ഒന്നും പോകണ്ട. അത് ശാന്തമായിട്ട് കേട്ടിട്ട് മറ്റുള്ളൊരു മുഖേനയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കേൾക്കുക. അത് കേട്ട് വന്ന് വീട്ടിൽ എത്രയോ പേരങ്ങനെ വിഷമിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് വന്നിട്ട് ഒന്നും അവരോട് തിരിച്ചു പറയാൻ പറ്റാതെ നമ്മളത് പക്ഷെ നമ്മുടെ മനസ്സിൽ അതൊരു നീറുന്ന വേദനയായിട്ട് കിടന്ന് നമ്മൾ വീട്ടിൽ വന്നിരുന്ന് ദുഃഖിക്കുക, നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അത് ആലോചിച്ച് ദുഃഖിക്കുക, അങ്ങനെ ഒരുപാട് മക്കളുണ്ടല്ലേ. അപ്പം നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ദുഃഖിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ദൈവത്തിന് സമർപ്പിക്കുക. ആ വ്യക്തിയെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു വചനഭാഗം നിങ്ങൾക്കാവുന്നതുപോലെ എഴുതുക. 1000 2000 ഒന്നും എഴുതണ്ട. നിങ്ങൾക്ക് പറ്റുന്നത്രയും, ഞാൻ ദൈവമേ ഇത്രയും വചനം ഞാൻ ഇത്ര ദിവസം കൊണ്ട് എഴുതിക്കോളാം ദൈവമേ, ഇന്ന വ്യക്തി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന കർത്താവേ, ഞാൻ മനസ്സാലെ അറിയാത്തൊരു കാര്യമാണ്, ഞാൻ തിന്മ വരണമെന്ന് പറഞ്ഞ് ചെയ്തൊരു കാര്യമല്ല, നന്മയാവണേ എന്ന് വിചാരിച്ച് ചെയ്തൊരു കാര്യം, അതെങ്ങനെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് വേദനിക്കുകയാണ് ദൈവമേ. അപ്പം ഞാൻ ഈ വചനം സമർപ്പിച്ചുകൊണ്ട് ദൈവം ഇതെനിക്കൊന്ന് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം എഴുതണം. ഇതാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 109 അധ്യായം 29 വാക്യം. സങ്കീർത്തനം 109 29. എന്നിൽ കുറ്റമാരോപിക്കുന്നവർ അപമാനം ധരിക്കട്ടെ, അത് പുതപ്പെന്ന പോലെ അവരെ പൊതിയട്ടെ. ഈ വചനം എനിക്ക് നല്ല അനുഭവമുള്ളൊരു വചനമാണ്. നമ്മൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മൾ ദൈവത്തോട് ഞാൻ ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട്. 2 ദിവസം അല്ലെങ്കിൽ മാക്സിമം 3 ദിവസത്തിനുള്ളിൽ അവർ നമ്മളെ വന്ന് കണ്ട് അതങ്ങനെയായിരുന്നോ, അയ്യോ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നത് എന്ന് അവർ മനഃപൂർവ്വം ചെയ്തതായിരിക്കാം, അല്ലായിരിക്കാം. എനിവേ നമ്മളുടെ അടുത്ത് വന്ന് ആ പ്രശ്നം പറഞ്ഞ് പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വചനം എല്ലാവരും ഏറ്റേറ്റ് ചൊല്ലിയിട്ട്, ഇതുപോലെ ബുദ്ധിമുട്ടുന്നവരേറ്റ് ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എന്നിൽ കുറ്റമാരോപിക്കുന്നവർ അപമാനം ധരിക്കട്ടെ, അത് പുതപ്പെന്ന പോലെ അവരെ പൊതിയട്ടെ. സങ്കീർത്തനം 109 29 വാക്യം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.